നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ സമാധാനവും സമാധാനക്കേടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിന് കാരണം. ഒരാൾ നമ്മെ വന്നിട്ട് ശിക്ഷിക്കുന്നില്ല, അതേപോലെ രക്ഷിക്കുന്നുമില്ല. ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഏത് രീതിയിലുള്ള കർമ്മമാണോ നമ്മളിൽ നിന്നുണ്ടാകുന്നത്, ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒരു ദിവസം നമ്മളിലേക്ക് തന്നെ വന്ന് ചേരും. അതായത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം നമുക്ക് കിട്ടും. അതേ സമയത്ത് ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ ചീത്ത ഫലമാണ് കിട്ടുക. ചില സമയത്ത് ഫലങ്ങൾ പെട്ടെന്ന് കിട്ടും, ചില ഫലങ്ങൾ താമസിച്ചായിരിക്കും കിട്ടുക. എന്ത് തന്നെയായാലും ഈ ഫലം നമുക്ക് ഉണ്ട്, നമ്മൾ അനുഭവിക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തണം. ഒരു കൊച്ചുകുട്ടി മറ്റൊരു കുട്ടിയെ അടിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ അവിടെ കർമ്മമില്ല. കാരണം കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് കുട്ടി അറിയുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ കുട്ടി ആ കുട്ടിയുമായിട്ട് സന്തോഷത്തോടെ കളിക്കും. അതേ സമയത്ത് മുതിർന്ന ഒരാളാണ് ഒരാളോട് കോപിക്കുന്നതെങ്കിൽ, വേദനിപ്പിക്കുന്നതെങ്കിൽ അവിടെ കർമ്മവും ഫലവും ഉണ്ട്. അതിലൂടെ അയാൾ കടന്ന് പോകണം. അപ്പോൾ ഈ കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കർമ്മഫലം നമ്മുടെ പിറകെ വരും. ബുദ്ധൻ പറയുന്നത്, ഒരാൾക്കുണ്ടാവുന്ന ജീവിതത്തിലെ അനുഭവങ്ങൾ ഒന്നുകിൽ ഈ ജന്മത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുള്ളത് ആയിരിക്കാം. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വേദനയ്ക്ക് നമ്മൾ തന്നെയാണ് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ മനസ്സിലാക്കൽ നമ്മൾ സാഹചര്യത്തെയോ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയോ നമ്മൾ കുറ്റപ്പെടുത്തില്ലേ. ഈ മനസ്സിലാക്കൽ നമുക്ക് ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ എല്ലാത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ പറയും, എൻ്റെ ജീവിതം ഇങ്ങനെയായത് ആ സാഹചര്യമാണ്, അല്ലെങ്കിൽ അയാളാണെന്ന് പറയുന്ന ഇടത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ട്, ചില സമയത്ത് ജന്മം നൽകിയ മാതാപിതാക്കൾ ഉണ്ട്. പക്ഷെ ഇവരൊന്നുമല്ല നമ്മുടെ വേദനയ്ക്ക് കാരണം. നമ്മൾ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും ശാന്തമാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, നേരത്തെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ അത്ര ആഴത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഈ ദിവസം ഈ നിമിഷം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിനെ ശുദ്ധമാക്കി ശാന്തമാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു ശക്തി കൊണ്ട് നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും. പക്ഷെ എന്തു തന്നെയായാലും നമ്മൾ ആ ഫലം അനുഭവിക്കേണ്ടി വരും. അതായത് നമ്മളിൽ നിരന്തരം ചിന്തകളുണ്ട്, അതേപോലെ നമ്മൾ നിരന്തരം ചെയ്യുന്ന ചില പ്രവൃത്തികളുമുണ്ട്. അതാണ് നമ്മുടെ മനസ്സിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നത്. നിരന്തരം കോപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെങ്കിൽ കോപം നമ്മുടെ സ്വഭാവമായിട്ട് മാറും. അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറും. നമ്മുടെ സംസ്കാരമായിട്ട് അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ വേദനിച്ചുകൊണ്ടേയിരിക്കും. കോപമുണ്ടാകുമ്പോൾ നമുക്ക് ശാന്തരാകാൻ കഴിയില്ല. അവിടെ ഉത്കണ്ഠകളും വെറുപ്പും നിറഞ്ഞിരിക്കും.
ഉത്കണ്ഠയും വെറുപ്പും നമ്മളിൽ ആഴത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ല. ഈ വികാരങ്ങൾ നമ്മുടെ മനസ്സിനെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, അത് ശരീരത്തെയും സ്വാധീനിക്കുന്നുണ്ട്, ശരീരത്തെയും വേദനിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ വികാരങ്ങൾ ഉണ്ടാകുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങൾ സംസ്കാരമായിട്ട് മാറി. കാരണം നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ശീലങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ ആ സംസ്കാരത്തിൽ പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്താൻ നമുക്ക് ആവണം. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പം മാത്രമാണ് നമുക്കതിനെ മാറ്റാൻ കഴിയുക. അല്ലെങ്കിൽ ഈ ശീലങ്ങളെ നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ ഈ ശീലങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുക. അപ്പം നമുക്ക് കോപമുണ്ടെങ്കിൽ അത് ശീലമാണെങ്കിൽ ആ ശീലമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ അത് നിയന്ത്രിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേദന വിട്ടുപോവില്ല. അപ്പോൾ ഇത് അറിഞ്ഞ് ഓരോ നിമിഷവും ശ്രദ്ധാപൂർവമുള്ള ആ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോപം, വിദ്വേഷം, വെറുപ്പ് ഇത് സ്വാഭാവികമായിട്ട് നമ്മളിൽ വരും. അത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. അത് പാഴ്ചെടി പോലെ നമ്മളിൽ വളർന്ന് പന്തലിക്കും. അത് നമുക്ക് ദോഷം ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ കരുണ, സ്നേഹം, ദയ ഇതുമുണ്ട്, വിത്തുകളായിട്ട് കിടക്കുന്നുണ്ട്. അതിനെ ബോധപൂർവം ഉണർത്താനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാൻ ആവണം. അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനായിട്ട് മാറുന്നത്. ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാതിരിക്കണം. അപ്പോഴാണ് നമുക്ക് സ്വസ്ഥരും ശാന്തരുമാകാൻ കഴിയുക. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകണം. കരുണയോടെ, സ്നേഹത്തോടെ ഞാൻ ജീവിക്കുക. എന്നിട്ട് അതേപോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. വളരെ ശരിയായ രീതിയിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തോടും നമ്മളോടും വേണം. നമ്മൾ പറയുന്ന വാക്ക്, ചെയ്യുന്ന പ്രവൃത്തി ഏത് രീതിയിലാണ് ഉള്ളതെന്നുള്ള ആ ഒരു ശ്രദ്ധ നമ്മളിൽ മുഴുവനായിട്ടുണ്ടാകുമ്പോൾ, അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിൽ നിന്ന് ആ നിഷേധാത്മകമായ ചിന്തകളും ശീലങ്ങളും വികാരങ്ങളും എല്ലാം കഴുകപ്പെടുന്നത്. അത് എങ്ങനെ? അതായത് ഓരോ തുള്ളി വെള്ളവും ഒരു പാത്രത്തിൽ വീണിട്ട് പാത്രം നിറയുന്നത് പോലെ ഓരോ ദിവസവും ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരുണ, സ്നേഹം, ദയ, ശാന്തി, അനുകമ്പ, സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ ഉള്ളിൽ നിറയും. ആ നിറവിൽ നമ്മൾ പരമമായിട്ടുള്ള ആനന്ദമാണ് അനുഭവിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ശാന്തതയുടെ ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എവിടെയും നമ്മൾ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും കാണില്ല. നമ്മുടെ ഉള്ള് അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കും. എല്ലാത്തിനോടും ഒരു നിറയെ സ്നേഹം നമുക്ക് ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും അതൊന്നും നമ്മളെ സ്പർശിക്കില്ല. നമുക്ക് നമ്മുടേതായ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ ഒരു ജീവിതം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്ന ജീവിതമാണ്. ഒരു ചെറിയ ഒരു ശ്രദ്ധ നമ്മൾ അതിനായിട്ട് കൊടുത്താൽ മതി. അതായത് ശരിക്ക് നമ്മൾ ശരിയായ തീരുമാനമെടുത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പൂവ് പറിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ
നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും ശാന്തിയും അനുഭവിക്കാൻ കഴിയും. അതായത് ഇപ്പം നമ്മളിത് കേൾക്കുന്നു, ആ കേട്ട ഉടനെ തന്നെ ഈ ദിവസം മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഇങ്ങനെ ജീവിക്കാം. പക്ഷെ അത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. തീരുമാനം ഈ നിമിഷമാവണം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത്, ഓരോ ദിവസവും അതേപോലെ ആകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, പരമമായിട്ടുള്ള ആനന്ദമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുന്നത് ഒരാൾക്ക് അത്ര കണ്ട് അയാളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും കരുണ, ദയ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും നമ്മുടെ ഉള്ളിലുള്ള കരുണ, സ്നേഹം ഒന്നും അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കിയിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ